പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 21 ശനി. പ്രധാന വാർത്തകൾ. ലോക കേരള സഭയുൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിൽ നോർക്ക റൂട്ട്സും ലോക കേരള സഭയും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണത്തിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. വ്യാവസായിക രംഗത്ത് കൂടുതൽ നിക്ഷേപമിറക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയുമായി സംസ്ഥാന സർക്കാർ കൂടെയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ നേടിയ മികച്ച അനുഭവങ്ങളും നൈപുണ്യവും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മറ്റു പ്രവാസി സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നാടിനെയും പാരമ്പര്യത്തെയും മറക്കാത്ത പ്രവാസികൾ കേരളത്തിന്റെ അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രവാസ സൗഹൃദ സമൂഹമാണ് കേരളമെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി സാമ്പത്തിക പുനരേകീകരണ പദ്ധതികളും പെൻഷനും നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക ഇടമാണ് കേരളമെന്നും ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ പറഞ്ഞു. ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങൾ മാറ്റിവാങ്ങുന്നതിന് സമയപരിധി വിശദീകരിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉപഭോക്താക്കൾക്ക് 15 ദിവസം വരെ തങ്ങൾ വാങ്ങിയ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ തിരികെ നൽകുകയോ ചെയ്യാനാകും. വാങ്ങിയ തീയതി മുതൽ 15 ദിവസം വരെയാണ് ഈ അവകാശം ലഭിക്കുക. എക്സ്ചേഞ്ചുകൾ, റിട്ടേണുകൾ, റീഫണ്ടുകൾ എന്നിവയുടെ കാര്യത്തിലുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് എക്സിൽ നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വ്യക്തമാക്കിയത്. ഉൽപ്പന്നത്തിൽ തകരാർ കണ്ടെത്തുകയോ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുകയോ അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടുള്ള ആവശ്യം നിറവേറാതിരിക്കുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് പകരം വാങ്ങിക്കുന്നതിനോ പൂർണ്ണമായ റീഫണ്ടിനോ അർഹതയുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ പർച്ചേസ് റെസിപ്റ്റ് ഹാജരാക്കണം. അതേസമയം പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഇത്തരത്തിൽ തിരികെ നൽകാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ലെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. ഗവർണറേറ്റിലെ ഗുറിയാത്ത് വിലായത്തിൽ പാറക്കെട്ടിന് മുകളിൽ നിന്ന് വീണ് സ്വദേശിയായ ഒരാൾക്ക് പരിക്കേറ്റു. ഫിൻസ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷാപ്രവർത്തകർ ഇവിടെയെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. സാരമായ പരിക്കേറ്റ ഇയാൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി വരികയാണ്. മല കയറുന്നവരും സാഹസിക യാത്രകൾ ചെയ്യുന്നവരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഉണർത്തി. രൂപയുടെ മൂല്യത്തകർച്ച അറ്റമില്ലാതെ തുടരുന്നു. ഒരു റിയാലിന് 220.65 രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ വരെ ഈ നിരക്ക് തുടരും. ഒരു മാസത്തിനിടെ 2 റിയാലോളം രൂപയാണ് അധികമായ വിനിമയത്തിൽ ലഭിച്ചത്. അവസരം മുതലെടുത്ത് വലിയ തുക നാട്ടിലേക്ക് അയച്ചവർ നിരവധിയാണ്. ഇതര GCC കറൻസികളുടെ വിനിമയ നിരക്കിലും ആനുപാതിക വർധനയുണ്ട്. അതേസമയം മാസം ആദ്യത്തിൽ തന്നെ കിട്ടിയ പണമെല്ലാം നാട്ടിലേക്ക് പണമയച്ചതിനാലും മാസം അവസാന 10ലേക്ക് കടക്കുന്നതിനാലും ഉയർന്ന വിനിമയ നിരക്ക് അവസരം മുതലെടുക്കാൻ മിക്ക പ്രവാസികൾക്കും ഇപ്പോൾ സാധിക്കില്ല. എങ്കിലും നിലവിലെ സ്ഥിതി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിക്കും. നിലവിലെ മൂല്യത്തകർച്ച ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മണി എക്സ്ചേഞ്ചുകൾ പറയുന്നത്. ആദ്യമായാണ് രൂപയ്ക്ക് ഇത്രയും താഴ്ന്ന വില വന്നത്. പുതിയ താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നത് ഒമാനിലെയും ഗൾഫിലെയും ഇന്ത്യൻ പ്രവാസികൾ പണമയക്കുന്നതിന്റെ കാര്യത്തിൽ നേട്ടമാവും. 2025 ചില ഘട്ടങ്ങളിൽ മാത്രമേ ഇത്രയും താഴ്ന്ന നില പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. എന്നാൽ 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചത് അതിശയകരമാണെന്നാണ് ധനവിനിമയ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നഗരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതിയുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്ന പദ്ധതിക്ക് റിഫ്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര പരിപാടികളാണ് മുനിസിപ്പാലിറ്റി
നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ ജൈവവൈവിധ്യവും പൊതുജന ആരോഗ്യവും സംരക്ഷിക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. അഴിച്ചുവിട്ടിരിക്കുന്ന പൂച്ച, നായ, മറ്റ് മൃഗങ്ങൾ എന്നിവയുടെ പുനരധിവാസമാണ് റിഫ്ക് സേവനം ഉപയോഗപ്പെടുത്തുക. അവയുടെ സംരക്ഷണം ഉറപ്പാക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ മൂലം ഉടലെടുക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും പൊതുജന സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതി നടപ്പാക്കുകയും പരിസ്ഥിതിയുടെ സന്തുലിത സംരക്ഷിക്കുകയും മറ്റൊരു ലക്ഷ്യമാണ്. പൊതുജനങ്ങൾക്ക് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പറ്റി അധികൃതരെ അറിയിക്കാനും ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ഇത്തരം മൃഗങ്ങളെ മാറ്റുവാനും പദ്ധതി സഹായകമാകും. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെക്കുറിച്ച് കാര്യക്ഷമമായ രീതിയിൽ ബോധവൽക്കരണവും നടക്കും. മൃഗങ്ങളുടെ പ്രത്യുൽപാദനശേഷി കുറയ്ക്കുന്നതിലൂടെ ഇവയുടെ പെറ്റുപെരുകൽ കുറയ്ക്കാനും പദ്ധതി സഹായകമാകും. മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ തടയാൻ വാക്സിനേഷനും മൃഗസംരക്ഷണവും പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പൊതുജനങ്ങൾ പദ്ധതിയുമായി സഹകരിക്കണമെന്നും അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് അധികൃതരെ അറിയിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവും ആയ പരിസ്ഥിതി രൂപപ്പെടുത്തുന്നതിൽ അധികൃതരുമായി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അങ്കോള പ്രസിഡന്റിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. അങ്കോളയിലെ കാറ്റോക്ക ലോവേൽ ഖനികളിൽ ഓഹരികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ. ആദ്യ ധാരണാപത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ മേഖലകളിലെ സഹകരണമാണ് ആദ്യ ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് തന്ത്രപരമായ സാമ്പത്തിക സംരംഭങ്ങളിലെ സഹകരണത്തിനുള്ള അവസരങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നതാണ്. അറേബ്യൻ ഗൾഫ് കപ്പ് 26ാം എഡിഷൻ ഇന്ന് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ ഒമാൻ ആതിഥേയരായ കുവൈത്തിനെ നേരിടും. ഒമാൻ സമയം രാത്രി 9 മണിക്ക് കുവൈത്ത് സിറ്റിയിലെ ജാബിർ അൽ അഹ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. മികച്ച മുന്നൊരുക്കത്തിന്റെ കരുത്തിലാണ് ചെമ്പടയെങ്കിൽ സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് കുവൈത്ത്. അറേബ്യൻ ഗൾഫ് കപ്പിനായുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ നല്ല നിലയിലായിരുന്നുവെന്നും എല്ലാ ടീമുകളും മികച്ച ഫോമിൽ കളിക്കുന്നതിനാൽ മത്സരങ്ങളുടെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതായി പരിശീലകൻ റഷീദ് ജാബിർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയെന്നതാണ് ആദ്യ ദൗത്യം. ലോകകപ്പ്, ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഈ ടൂർണമെന്റിനുള്ളത്. കൂടാതെ ഉദ്ഘാടന മത്സരങ്ങളും എപ്പോഴും വ്യത്യസ്തമാകാറുണ്ട്. എല്ലാ മത്സരങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും റഷീദ് ജാബിർ പറഞ്ഞു. ആദ്യ മത്സരങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്നും എന്നാൽ കളിക്കാരെന്ന നിലയിൽ ഞങ്ങൾ കുവൈത്തിനെ നേരിടാൻ തയ്യാറെടുത്തതായും ഒമാൻ താരം മുഹമ്മദ് അൽ മുസ്ലിമി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആതിഥേയരായ ടീമിന് മുന്നിലും ആരാധകർക്ക് മുന്നിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നും താരം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.